ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി ശോഭിതം KM. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഏതൊരു വീട്ടിലും ഒരു കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടാകും. എങ്കിലും നാമെല്ലാം ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒന്നും നമ്മുടെ ഇന്റർനെറ്റ് നമ്മൾ തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ഒരുവിധം എല്ലാവരും അറിയുന്നതും സുപരിചിതവുമായ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം നാം നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിന്റെ ഒരു ചെറിയ വിവരണം ഇവിടെ നൽകുകയാണ്. അതിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൈറ്റിലേക്ക്, അതായത് www.sunniOnlineClass.com എന്ന ഈ സൈറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൗസ് കുറച്ച് താഴേക്ക് മൂവ് ചെയ്താൽ ഇവിടെ ഈ കാണുന്ന ഡൗൺലോഡ് നൗ എന്ന് കാണുന്ന ബൈലക്സ് മെസ്സഞ്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധം ഞാനിവിടെ നിങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്ത്, ഞാൻ വിൻഡോസ് 7ലാണ് ഇത് കാണിക്കുന്നത്. എക്സ്പിയിലും ഏകദേശം ഇതേപോലെ തന്നെയാണ് എല്ലാവരും. അതേപോലെ തന്നെ വിൻഡോസ് 8ഉം 7ഉം ഇൻസ്റ്റാളിംഗ് എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ അഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫിനിഷിംഗ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഈ ടിക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണം. സെറ്റ് ബൈലക്സ് ആസ് യുവർ ഹോം പേജ് എന്ന് പറയുന്ന ടിക്ക് ഒഴിവാക്കുക. മേലെയുള്ള ടിക്ക് അവിടെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ബൈലക്സ് ഓപ്പൺ ആക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ ആ ടിക്ക് ഒഴിവാക്കി ഫിനിഷ് ചെയ്തു. ഇനി ഇപ്പോൾ ഏകദേശം നമ്മുടെ ബൈലക്സ് മെസ്സഞ്ചർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് ബൈലക്സ് മെസ്സഞ്ചറിലേക്ക് കയറാം, അതിന് വേണ്ടത് എന്താണ്? അതിനൊരു ID ആണ് ആദ്യമായിട്ട് വേണ്ടത്. ആ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് അടുത്തതായി നമുക്ക് പഠിക്കാം. അതിനായി ഇവിടെ ക്ലിക്കുക. നമ്മൾ ID ക്രിയേറ്റ് ചെയ്യാൻ നേരെ ബ്രൗസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ബൈലക്സ് മെസ്സഞ്ചറിന്റെ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിന് വേണ്ടത് ക്രോം എന്ന ബ്രൗസറാണ്. അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡിഫോൾട്ട് ബ്രൗസർ ക്രോം ആണെങ്കിൽ ഡയറക്റ്റ് ക്രോമിലേക്ക് തന്നെ ചെല്ലുന്നതാണ്. അതല്ല ക്രോം അല്ല എക്സ്പ്ലോറർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഡ്രസ് ബാറിൽ നിന്നും ഈ അഡ്രസ് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്പ്ലോറർ ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ആൻഡ് ഗോ കൊടുത്ത് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മുടെ ബൈലക്സ് മെസ്സഞ്ചർ ID ക്രിയേറ്റ് ചെയ്യുന്ന പേജിലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ID ക്രിയേറ്റ് ചെയ്യുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. കറക്റ്റ് ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ ഇൻഫർമേഷനും നമ്മൾ ക്ലിയർ ആയിട്ട് ഒറിജിനായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു ID ഉണ്ടാക്കാനൊന്നും ആരും ശ്രമിക്കരുത്. എല്ലാം
അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നാം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതാ സീക്രട്ട് ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇത് പിന്നീട് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് ആൻസറും കൊടുക്കുക. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വാട്ട് വാസ് ദ നെയിം ഓഫ് യുവർ ഫസ്റ്റ് സ്കൂൾ എന്നാണ്. അതിന്റെ ഉത്തരം കൊടുക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യവും ഈ ഉത്തരവും പ്രത്യേകം നമ്മൾ മറന്നുപോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനമായിട്ട് സെക്യൂരിറ്റി ചെക്ക് എന്ന ഈ സെക്യൂരിറ്റി കോഡും എന്റർ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താങ്ക് യു ഫോർ യുവർ രജിസ്ട്രേഷൻ. ഇപ്പോൾ നമ്മുടെ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ലിങ്ക് നമ്മുടെ ഇമെയിലിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തായിട്ട് നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെ ID ക്രിയേറ്റ് ആയി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് മെയിലായി വന്നിട്ടുണ്ട്. ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേഷൻ ബൈലക്സ് എന്ന ഒരു ഇമെയിൽ ഇതിൽ കാണാൻ സാധിക്കും. ആ ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള വിൻഡോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ ഒരു ലിങ്ക്. ഇത് നമ്മുടെ ID കൺഫേം ചെയ്യാനുള്ള ലിങ്കാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ID കൺഫേം ആക്കേണ്ടതാണ്. ഇപ്പോൾ ID കൺഫേം ആയിട്ടുണ്ട്. ആക്ടിവേഷൻ വാസ് സക്സസ്ഫുൾ. ഇനി എങ്ങനെ നമ്മൾ ഈ ID എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കയറാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ ID കൊടുക്കുക. ID എൻ്റർ ചെയ്ത് താഴെ പാസ്വേഡും എൻ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബൈലക്സ് മെസ്സഞ്ചറിൽ നമ്മുടെ ID ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ക്ലാസ് റൂമിൽ കയറുന്നത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് മേലെ കാണുന്ന മെസ്സഞ്ചറിന്റെ തൊട്ടടുത്ത് കാണുന്ന ആക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ജോയിൻ എ ചാറ്റ് റൂം എന്നതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വിൻഡോയിൽ ഏഷ്യ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏഷ്യയിൽ നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്ത് ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ് റൂമുകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലാസ് റൂം ഓപ്പൺ ആയതിനു ശേഷം ഇനി നാം ചെയ്യേണ്ടത് എങ്ങനെ നമ്മുടെ ക്ലാസ് റൂം ഫേവറേറ്റ് ആക്കാം എന്നുള്ളതാണ്. അതായത് നാം ഒരു പ്രാവശ്യം ക്ലാസ് റൂമിലേക്ക് വന്ന് ഇനി പിന്നീട് ഒരു പ്രാവശ്യം വരാൻ ഞാനിപ്പോൾ കാണിച്ച പോലെ ഓരോ സ്റ്റെപ്പായിട്ട് വീണ്ടും വരേണ്ടതില്ല. അതിനെ നമ്മൾ ഫേവറേറ്റ് ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ക്ലാസ് റൂമിൽ കയറാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ കാണുന്ന ഫേവറേറ്റിന്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂം നമ്മുടെ മെസ്സഞ്ചറിൽ ഫേവറേറ്റ് റൂമായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നാം ക്ലാസ് റൂം ഒന്ന് ക്ലോസ് ചെയ്ത് എങ്ങനെ ഫേവറേറ്റ് റൂം ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാമെന്ന് കാണിക്കാം. അതിനുവേണ്ടി നമ്മുടെ മെസ്സഞ്ചറിലെ ആക്ഷൻ എന്നതിൽ നിന്നും മൂന്നാമത്തെ ലൈനിൽ ഫേവറേറ്റ് റൂമിൽ നമ്മുടെ റൂം കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് റൂം ഓപ്പൺ ആവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന പ്രതീക്ഷയിൽ
നിർത്തുകയാണ്. ദുആയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി എല്ലാം നല്ലൊരു ഇബാദത്തായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. എല്ലാവരും അതിന്റെ ആ ഗൗരവത്തിൽ തന്നെ കാണണമെന്നും എല്ലായ്പ്പോഴും നിങ്ങളുടെ ദുആകളിലും മറ്റും ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.